ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ പാലക്കാട് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പാലക്കാട് ടൗണിലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനടുത്തായിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിലവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു മോഡലാണ്. അതിന് ചുറ്റിലുമായിട്ട് ഇതുപോലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാം. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത്. കപ്പലിനകത്തേക്ക് കയറാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ടൈറ്റാനിക്കിനകത്ത് എങ്ങനെയൊക്കെയാണോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മോഡലിൽ തന്നെ അവർ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ഭാഗത്തു നിന്നും ഫോട്ടോസാണ് മെയിനായിട്ട് എടുക്കാൻ സാധിക്കുക. സിനിമയിലെ കഥാപാത്രങ്ങളുടെ പിക്ചേഴ്സ് അവിടെയായി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് യന്ത്രഊഞ്ഞാലാണ്. ഇത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നന്നായി തന്നെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം നമുക്ക് പ്രധാനമായിട്ടും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് കഴിഞ്ഞ് പിന്നീട് അടുത്ത സെഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മറ്റൊരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സിനിമയിലെ ഓരോ സീനുകളും ഓരോ കഥാപാത്രങ്ങൾ ഇതെല്ലാം ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് ആ സിനിമയിലെ ഡയലോഗുകളും ഇവിടെ പ്ലേ ആവുന്നുണ്ട്. ഞാനത് ഇതിൽ കാണിക്കുന്നില്ല, പക്ഷേ നമുക്ക് നേരിട്ട് പോകുന്ന സമയത്ത് ആ സിനിമയിലെ ഡയലോഗും ഇതിനൊപ്പം തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് ഒരു വലിയ ഹാളിൻ്റെ ഒരു പ്രതീതി ഉണ്ടാവുന്ന ഒരു അറേഞ്ച്മെൻ്റാണ്. ഇതിനകത്താണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റേജ് പെർഫോമൻസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന പോലുള്ള പിക്ചേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ കാണുന്ന സമയത്ത് അത് ഒറിജിനൽ ആയിട്ടുള്ള ഹാളാണോ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ അത് ഒറിജിനൽ ആണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. കാണാൻ തന്നെ വളരെ റിയൽ ആയിട്ട് തോന്നും. ഈ കാണുന്ന ലൈറ്റാണ് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 3D ഫീല് തോന്നിക്കുന്നുണ്ട്. ഇനി അടുത്ത ഹാളിലേക്ക് നമ്മൾ പോവാണ്. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് ഈ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങൾ എഴുതി വെച്ചതായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ പിക്ചേഴ്സൊക്കെയാണ് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ഫോട്ടോസും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് ടൈറ്റാനിക് അപകടത്തിൽ പെട്ടതിന് ശേഷമുള്ള ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ പോയി കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു വാഹനമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ടൈറ്റൻ്റെ പിക്ചർ. ഈ ടൈറ്റൻ ഈ ഇടയ്ക്ക് അപകടത്തിൽപ്പെട്ട് അതിലുള്ള യാത്രക്കാർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സും അത് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് അവരുടെ പിക്ചേഴ്സ് എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഫാൻസി ഐറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്നാക്സ് ആണെങ്കിലും അതുപോലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ റൈഡുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ മരണക്കിണറുണ്ട്, അതുപോലെ DJ ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള റൈഡുകളുണ്ട്. വലിയവർക്കും ഇരിക്കാം. ഓരോ റൈഡിനും സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട്. ഗോസ്റ്റ് ഹൗസ്, അതുപോലെ സ്നോ ഫാൻറ്റസി, അതുപോലുള്ള മറ്റു പല റൈഡുകളും നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടാവും.
ഇതിനൊക്കെ അടുത്തായിട്ട് നമുക്ക് സ്നാക്സും അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികളുടെ കൂടെയും ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് DJ ഡാൻസ് നടക്കുന്നത്. അതിൽ ആർക്ക് വേണമെങ്കിലും കയറി ഡാൻസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അതിൽ മ്യൂസിക് അവർ പ്ലേ ചെയ്യും. താല്പര്യമുള്ളവർക്ക് അവിടെ കയറി ഡാൻസ് ചെയ്യാവുന്നതാണ്. പല കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഇതുപോലുള്ള ഡാൻസുകൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതോടെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.